കൊങ്കൺ റെയിൽവേ പാത പൂർണ്ണമായും നിർത്തി 12 ട്രെയിനുകൾ റദ്ദാക്കി. 40-ലധികം ട്രെയിനുകളെ ബാധിച്ചതോടെ യാത്രക്കാർ ദുരിതത്തിലായി. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന നിരവധി പേർ യാത്ര ഒഴിവാക്കി വീടുകളിലേക്ക് മടങ്ങി. തുരങ്കത്തിലുണ്ടായ ചോർച്ചയാണ് വെള്ളക്കെട്ടിന് കാരണമായത്. കൊങ്കൺ പാതയിൽ സാവന്ത്വാടിക്കും മഡ്ഗാവിനും ഇടയിലുള്ള തുരങ്കത്തിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഈ മേഖലയിലെ 12ഓളം ട്രെയിനുകൾ റദ്ദാക്കി. നേത്രാവതി, ദുരന്തോ, മംഗള അടക്കം നിരവധി ട്രെയിനുകൾ വഴിതിരിച്ചുവിട്ടു. തുരങ്കത്തിലുണ്ടായ ചോർച്ചയാണ് വെള്ളക്കെട്ടിന് കാരണമായത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2:30യോടെയാണ് പെർണം തുരങ്കത്തിൽ വെള്ളം കയറാൻ തുടങ്ങിയത്. और ये शायद इसलिए हुआ है कि पिछले 2 दिनों में लगभग 340 mm बारिश हुई, जो एक साथ इतनी बारिश कभी होती नहीं है. तो ग्राउंड से काफ़ी सारा पानी जो है वो थोड़े से मड के साथ ऊज करके बाहर आ रहा था और उसको अरेस्ट करने के लिए अभी हमने सबसे पहले तो स्लश को क्लियर करना शुरू किया. യുദ്ധകാലാടിസ്ഥാനത്തിലാണ് തുരങ്കപാതയിലെ ജോലി നടക്കുന്നതെന്ന് കൊങ്കൺ റെയിൽവേ CMD संतोष कुमार झा പറഞ്ഞു. 100 से अधिक मजदूर यहाँ काम कर रहे हैं, उनके सुपरवाइजर्स हैं, हमारे चीफ इंजीनियर और पूरी इंजीनियरिंग टीम है यहाँ पर, डायरेक्टर वर्क्स हैं यहाँ पर. अभी स्थिति काफ़ी नियंत्रण में आ गई है. ഇതിനായി വലിയൊരു ടീമിനെയാണ് നിയോഗിച്ചിരിക്കുന്നതെന്നും എത്രയും പെട്ടെന്ന് സർവീസുകൾ പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നും ജാ പ്രത്യാശ പ്രകടിപ്പിച്ചു. മുംബൈ ഗോവ വന്ദേ ഭാരത് എക്സ്പ്രസ് ഉൾപ്പെടെ 12 ട്രെയിനുകളാണ് റദ്ദാക്കിയത്. നിരവധി ട്രെയിനുകൾ വഴിതിരിച്ചുവിട്ടുവെങ്കിലും ഭൂരിഭാഗം പേരും യാത്ര ഒഴിവാക്കി മടങ്ങിപ്പോകുകയായിരുന്നു. തിരുവനന്തപുരം ലോക്മാന്യ തിലക് നേത്രാവതി, മാംഗ്ലൂരു മുംബൈ സൂപ്പർഫാസ്റ്റ്, മാംഗ്ലൂരു ലോക്മാന്യ തിലക് മത്സ്യഗന്ധ സൂപ്പർഫാസ്റ്റ് തുടങ്ങിയ ട്രെയിനുകളാണ് കേരളത്തിൽ നിന്നുള്ള റദ്ദാക്കിയ സർവീസുകൾ. കൊങ്കൺ മേഖലയിലെ വെള്ളക്കെട്ട് യാത്രയെ തടസ്സപ്പെടുത്തിയതോടെ നിരവധി ട്രെയിനുകൾ പലയിടത്തായി നിർത്തിയിടുകയായിരുന്നു. നിലവിൽ കൊങ്കൺ റെയിൽവേ മഡ്ഗാവ് സ്റ്റേഷനിൽ ഒരു ഹെൽപ്പ് ഡെസ്ക് സ്ഥാപിച്ചിട്ടുണ്ട്. വഴിതിരിച്ചുവിട്ടതും റദ്ദാക്കിയതുമായ ട്രെയിനുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾക്ക് 83 22 70 64 80 എന്ന നമ്പറിൽ ബന്ധപ്പെടാൻ യാത്രക്കാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.